ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് ശരി, ഇത്ര വേഗം കിടന്ന് ഉറക്കായോ? രാജു, 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 ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉറക്കഗുളിക കഴിച്ചപ്പോലും ഉറങ്ങാനുള്ള സമയമായിട്ടില്ല. രാജു, രാജു, എന്താ മാഡം, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഞാൻ ആരുടെ ഉറക്കം തടസ്സപ്പെടുത്താറില്ല. പിന്നെന്തിനാ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച്? ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാ മതി. എന്റെ വയറ് നിറഞ്ഞു, വിശപ്പ് നേരത്തെ കേട്ടു. ഇനി ഒന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. ഏയ് രാജു, കിടക്കല്ലേ? പിന്നെ എനിക്ക് കിടക്കണ്ടേ? ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാ മതിന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭക്ഷണം വേണ്ട മാഡം, എനിക്ക് ഇറങ്ങത്തില്ല. ഈ മാഡം വിളി പ്രശ്നമാണെങ്കിൽ അതങ്ങ് മറന്നേക്ക്. രാജു എന്നെ ഇനി മദാമ എന്ന് വിളിച്ചാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ രാജു ആഹാരം കഴിക്കാതെ കിടക്കരുത്. ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ മാഡത്തിന് എന്താന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ അത് ശരി, നമ്മള് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ അല്ലെ? അങ്ങനെയാണല്ലോ രാജുവിന്റെ മനസ്സില്. ആരോ എന്നെ വന്നൊന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് പോലെ രാജു എന്നെ കല്യാണം കഴിച്ചു. മാഡം, ഇങ്ങനെ ഹേർട്ട് ആവുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞതാണ് തെറ്റ്. രാജുവിന് എന്റെ ഹൃദയം തകർക്കുന്നത് പോലെ പ്രവർത്തിക്കാം അല്ലേ? ഒരു പെണ്ണിന്റെ ജീവിതം വെറും കാട്ടുചെമ്പരത്തി ഇറുത്തെടുക്കുന്നത് പോലെ ഇറുത്തെടുത്തിട്ട് യാതൊരു കൂസലില്ലാതെ ഉറങ്ങുന്നു അല്ലേ? എങ്ങനെ സമാധാനത്തോടെ രാജുവിന് ഉറങ്ങാൻ പറ്റുന്നേ? മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടല്ലോ. ഇല്ലേ? ചെയ്തിട്ടില്ലേ? ഇഷ്ടം തോന്നാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ കൊണ്ടുവന്ന് വീട്ടു തടങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇഷ്ടമില്ലെന്നോ? ഇതാര് പറഞ്ഞു? ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഭാര്യയെ കയറി ആരെങ്കിലും മാഡം ഒന്ന് വിളിക്കൂ? അവളുടെ വികാര വിചാരങ്ങള് മാനിക്കാതിരിക്കോ? ഇതിലും ഭേദം താലി കെട്ടിയ പെണ്ണിനെ കയറി പെങ്ങളേന്ന് വിളിച്ചാ മതിയായിരുന്നു. രണ്ട് പെങ്ങന്മാരുടെ ഇടയിൽ വളർന്നതുകൊണ്ടാവും രാജു ഇങ്ങനെ ആയിപ്പോയത്. ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അവരൊക്കെ രാജുവിന്റെ പെങ്ങന്മാര്. ഇങ്ങനെ കുറെ ആങ്ങളമാരുണ്ടായ പിന്നെ പെണ്ണുങ്ങളെല്ലാം ചുറ്റി പോകത്തേ ഉള്ളൂ. മാഡം, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? വാ, വന്ന് ആഹാരം കഴിക്ക്. അല്ലെങ്കിൽ രാധമ്മയും പ്രിയച്ചിയും തെറ്റിദ്ധരിക്കും ഞാൻ മഴക്കിട്ടിട്ടാ രാജു ആഹാരം കഴിക്കാത്തെന്നു. അതുകൊണ്ട് രാജഗുരുസ്വാമി അങ്ങോട്ട് വാ. രാജഗുരുസ്വാമിയാ? ഒരു സന്യാസി ആവേണ്ട ആളല്ലേ കല്യാണം കഴിച്ചത്. ദേ വന്ന് കഴിച്ചോണം. വരാനാ പറഞ്ഞത്.